എൻ്റെ പേര് മഞ്ജു എന്നാണ്. ഞാനൊരു കിഡ്നി പേഷ്യൻ്റാണ്. 4 വർഷമായിട്ട് ചികിത്സയിലാണ്. ഞങ്ങളിപ്പോൾ എറണാകുളം ലിസിയിൽ ഹോസ്പിറ്റലിലേക്കായിരുന്നു ചികിത്സ തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സാമ്പത്തികമായി വളരെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചികിത്സ തുടർന്ന് പോകാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായി താഴ്ന്നൊരു കുടുംബമായതിനാൽ ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. എത്രയും പെട്ടെന്ന് ഒരു കിഡ്നി തന്നെയെങ്കിലും മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 കിഡ്നിയുടെയും പ്രവർത്തനം കുറവാണ്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ തുറവൂർ വില്ലേജിൽ 2ാം വാർഡിൽ താമസിക്കുന്ന ശിവരാജൻ്റെ ഭാര്യയാണ് ഞാൻ. എനിക്ക് വയസ്സ് 38 വയസ്സായി. ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഏക ഒരു വരുമാനം മാത്രമാണ് ആശ്രയം. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഇപ്പോൾ എൻ്റെ ചികിത്സാർത്ഥം ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വേറെ വരുമാനമില്ല. ഞങ്ങൾക്ക് കുട്ടികളില്ല. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് തരണം. ഞങ്ങൾ മൃതസഞ്ജീവിനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി പേര് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമ്മൾക്ക് വർഷങ്ങളെടുക്കും നമുക്കൊരു കിഡ്നി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. O പോസിറ്റീവ് കിഡ്നി എനിക്ക് തരാനായിട്ട് ഡോണറായിട്ട് ഇവിടെ എൻ്റെ റിലേഷനിൽ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബേബി. ഞാനിപ്പോൾ ഈ പരിചയപ്പെടുന്ന ഈ കൊച്ചിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ ഈ ചെറിയ ചാരിറ്റി പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ചെറിയ ചാനലൊക്കെ ഉണ്ട് എനിക്ക്. അതുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ പേര് മഞ്ജു എന്നാണ്. ഒരു വീട് വന്ന് അങ്കമാലി തുറവൂർ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നൊരു ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ വാതക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 12ാം വാർഡിലാണ് അവർ താമസം. ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. വളരെ പാവപ്പെട്ടവരാണ്. ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ പാടം പോലത്തെ ഏരിയയിൽ ഒറ്റപ്പെട്ട ഒരു ചെറിയ വീടാണ്. നടക്കാൻ പോലും വഴിയില്ല. ചളികൂടി നടന്നു പോകണം. അത്രയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ കൊച്ചുകാരന് 38 വയസ്സുണ്ട്. മക്കളില്ല. ചെറുപ്പമാണ്. അപ്പോൾ അവർ കിഡ്നി കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം കുറേ ഇപ്പോൾ അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ഫ്രീ ആയിട്ട് ഒരു ഗവൺമെൻറ്റിൽ നിന്ന് മറ്റേ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ ഈ പറഞ്ഞ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞൊരു ചാരിറ്റബിളിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എപ്പോഴാണ് കിട്ടാമെന്നും പറയാൻ പറ്റില്ല. അത് കുറേ ആൾക്കാർ അതേപോലെ ഇവരെപ്പോലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അത് കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ 1 കൊല്ലം അപ്പോഴേക്കും ഇതിനുള്ള ആപത്തും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളാ കഴിയാവുന്ന സഹായമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എമൗണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വെക്കാൻ സാധിക്കുമായിരിക്കും. എന്നാലും പിന്നെ നമുക്കറിയാലോ, ഇത് വെച്ച് കഴിഞ്ഞാലും കുറേ പൈസ വേണം. കാലാകാലം മരുന്നൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഈ ആരെങ്കിലും കിഡ്നി കൊടുക്കുകയാണെങ്കിൽ കൂടി അവർക്കും പൈസ കൊടുക്കണം. എന്നാലൊക്കെ നമുക്ക് ഔട്ടറിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കൊച്ചിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും പിന്നെ ഗൂഗിൾ പേ നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാർക്കും വിദേശത്തുള്ള ആൾക്കാർക്കൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഈ വീഡിയോ കണ്ട് അവരോട് സഹതാപം തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് കുറച്ച് സാമ്പത്തികമായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. കാരണം ഒരു പെങ്കൊച്ചല്ലേ, നമുക്ക് മക്കളൊക്കെ ഉള്ളതാണല്ലോ. അതും അത് ചെറുപ്പം 38 വയസ്സുള്ള ജീവിതത്തിലേക്ക് കാലൂന്നി വയ്ക്കുന്ന സമയങ്ങളാണ് അവർ. അപ്പോൾ നമ്മളൊക്കെ ഒരു സഹായം നമുക്കത് ചെയ്യുകയാണെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ വരാവുന്നതാണ്. മനുഷ്യൻ്റെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. എത്ര പണക്കാരനായാലും ഇല്ലാത്തവനായാലും രോഗത്തിനവിടെ നോട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയും അവരുടെ മെഡിസിൻ ഡീറ്റെയിൽസ് പിന്നെ അവരുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയും അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അത് സാമ്പത്തികമായി സഹായം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.